ഹായ്, എല്ലാവർക്കും ബിജുമോൾസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചില്ലി ബീഫ് ഉണ്ടാക്കാം. അതിനെന്തൊക്കെ വേണമെന്ന് പറയാം. ഇത് 300 ഗ്രാം ബീഫാണ്. അത് നമ്മൾ അടിയിൽ 8 വിസിൽ വെച്ച് ഒരു ശകലം മുളക് പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ 8 വിസിൽ വെച്ച് വേവിച്ച് വെച്ചേക്കും. ഇത് നമുക്കിനി ഫ്രൈ ചെയ്താൽ മാത്രം മതി. ആവശ്യത്തിനൊരു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തേങ്ങാക്കൊത്ത് എത്ര ഇട്ടാലും അത് ടേസ്റ്റാണ്. ഇത് ഒരു മുറിയുടെ തേങ്ങാക്കൊത്താണ്. നമുക്കിപ്പോൾ എത്ര തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇത്ര ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. തേങ്ങാക്കൊത്ത വേണ്ടെങ്കിൽ ഇടണ്ട. പക്ഷെ ഇത് ഇടുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അതിന് ഞാൻ ഇത്ര എടുത്തത്. ഈ പിരിയം മുളക് പൊടി അളവ് ഞാൻ ഇടുമ്പോൾ പറയാം. പിരിയം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് 2 സവാളും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആണെങ്കിൽ 4 അല്ലി വെളുത്തുള്ളി, ശകലം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ആ പച്ചമുളകാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇന്ന് പറമ്പിൽ നിന്ന് പറിച്ചാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രത്യേകത. നമുക്ക് പറമ്പിൽ പോയി പച്ചമുളക് പറിച്ചാലോ. നമ്മുടെ പറമ്പിലെത്തി, നമ്മുടെ പച്ചമുളക് തോട്ടത്തിൽ എത്തി, നമുക്ക് പറിക്കാം. ഇതേണ്ട് കണ്ടോ, ഇതേ ഇഷ്ടം പോലെ ഇതേ കണ്ടോ. അതിങ്ങനെ വിളഞ്ഞിട്ടേ ആ ചെടിക്ക് ഈ പച്ചമുളകിൻ്റെ ഭാരം താങ്ങാൻ വയ്യ, അത് ഒടിഞ്ഞു കിടക്കും. അതേപോലെ 10 പച്ചമുളകുണ്ട്. അവിടെ പഴുത്ത നിൽപ്പുണ്ട്. ഇതേണ്ട് 2 ഉള്ളൂ. അത് മതി, ഇത്രയും മതി. നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു 3 സ്പൂണോളം കുറച്ച് ഒഴിക്കണം. വെളിച്ചെണ്ണ ഇതിനകത്ത് ഏറെ വേണം. ഇത് ഫ്രൈ ആകും തോറും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യമേ തേങ്ങാക്കൊത്തിടാം. കൂട്ടി കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം അതിൻ്റെ കൂടെ. കുറച്ച് ഉപ്പ് പൊടി ഇടാം. തേങ്ങയാണ് കുറച്ച് വാടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പൊടിവകകളൊക്കെ ഇടാം. അപ്പം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക്, എരിയില്ലാത്ത പിരിയ മുളക് പൊടി ഞാൻ ഇടുന്നത്. മല്ലിപ്പൊടി കുറച്ച് മതി, മതി. 1/2 ടേബിൾ സ്പൂൺ മതി മല്ലിപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു 1/4 മതി. പിന്നെ കുരുമുളക് പൊടി അത് 1 ടേബിൾ സ്പൂൺ. ഗരം മസാലപ്പൊടി അതിപ്പോൾ പൊടിച്ചത് തരുന്നത്, നമ്മൾ മേടിച്ച് തരുന്നത്, അത് ഒരു 1/4 മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ അത് മതി. ഇനി ഇറച്ചി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പം അതിനകത്ത് വെളിച്ചെണ്ണ ആവശ്യത്തിനുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഈ പൊടിവകളെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തോട്ട് ഇടണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബീഫ് കിടന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം. അപ്പം നമുക്കാണെങ്കിൽ വെളിച്ചെണ്ണ പോരാത്ത വരുമ്പോൾ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ തീ ഒന്ന് കൂട്ടി ശകലം ഒന്ന് കൂട്ടിയിട്ട് ഒത്തിരി കൂട്ടണ്ട, മീഡിയം. അപ്പോൾ ഇതിന് മൂക്കാനാണെങ്കിൽ ഒത്തിരി താമസം വരും. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ആക്കി വരണം. അപ്പോൾ നമുക്ക് ഉപ്പ് നേരത്തെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടതാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം. നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കും, ഫ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇത് കുറേ സമയം വേണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ല ക്ഷമയും വേണം. പെട്ടെന്ന്
ക്ഷമയില്ലാത്തവർക്കൊന്നും ഇത് പറ്റത്തില്ല. നമ്മളിങ്ങനെ ചെറിയ തീയിലിങ്ങനെ ഇളക്കി നല്ലപോലെ ഫ്രൈ ആകണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ ഇത് ക്ഷമയുള്ളവർക്ക് പറ്റിയൊരു ഡിഷാണ്. പക്ഷേ കഴിക്കുമ്പം നമ്മളാണെങ്കിൽ അത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ അങ്ങ് മറക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അതുപോലെ അടിപൊളി ടേസ്റ്റ്. ആ തേങ്ങാക്കൊത്തിൻ്റെ മണവും സവാളയുടെ ഇറച്ചിയുടെ ഒക്കെ ഒരു മണം ഇങ്ങോട്ട് മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. അപ്പം തന്നെ വായി വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റായി. ഇതൊന്ന് കഴിച്ച് നോക്കണം. നമ്മളിട്ട് ആ പച്ചമുളകും കറിവേപ്പില ഒന്നും കാണാൻ പോലും ഇല്ല. എല്ലാം അതിനകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാം വേണ്ട നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റ്, നല്ല മണവുമാണ്. ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, അതേ ഉള്ളൂ. ഒരു മെനക്കേടുണ്ട് ശകലം. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ആ മെനക്കേടൊക്കെ അങ്ങ് മാറും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.